എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നത് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന റിലീസിൻ്റെ revenue.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. എന്നാൽ നമുക്കറിയാം, കേരളത്തിലുടനീളം ഡിജിറ്റൽ സർവേ പുരോഗമിക്കുകയാണ്. ഈ ഡിജിറ്റൽ സർവേയുടെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എൻ്റെ ഭൂമി എന്ന പോർട്ടൽ വഴിയാണ്. survey.endഭൂമി.kerala.gov.in എന്നതാണ് എൻ്റെ ഭൂമിയുടെ വെബ് അഡ്രസ്സ്. നമ്മളിപ്പോൾ ലാൻഡ് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞ റിലീസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. അതെങ്ങനെ ലാൻഡ് ടാക്സ് അടയ്ക്കാം, മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഒക്കെ എങ്ങനെ അടയ്ക്കാമെന്നതിൻ്റെ വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന ഈ ഒരു വെബ് പോർട്ടൽ വഴിയാണ് നമ്മളിപ്പോൾ ലാൻഡ് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് എൻ്റെ ഭൂമിയിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിന് വരുന്നതെന്നും എങ്ങനെ ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് എങ്ങനെയാണെന്നും ഒക്കെയാണ് ഇന്നിവിടെ പരിശോധിക്കുന്നത്. കൂടാതെ ഇതിന് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എൻ്റെ ഭൂമിയിൽ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഈ വെബ്സൈറ്റിൽ തന്നെ 1ാം ഘട്ട വില്ലേജ് ലിസ്റ്റ്, 2ാം ഘട്ട വില്ലേജ് ലിസ്റ്റ്, അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടുള്ള വില്ലേജുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. കേരളത്തിലുടനീളം ഏതാണ്ട് 1670 പരം വില്ലേജുകളുണ്ട്. ഇവിടെ നമുക്ക് 9-2 പ്രസിദ്ധീകരിച്ചിട്ടുള്ള വില്ലേജുകളുടെ ലിസ്റ്റ് എന്നൊരു ടാബ് കാണാം. ഇതിലേതാണ്ട് 700ഓളം വില്ലേജുകൾ 9-2 പ്രോസസ്സിലാണ്. ഇതൊരു ഡ്രാഫ്റ്റ് ലിസ്റ്റ്, അതായത് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ നടന്നിട്ടുള്ള ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു ലിസ്റ്റാണ് 9-2 പ്രസിദ്ധീകരിച്ചിട്ടുള്ള വില്ലേജുകളുടെ ലിസ്റ്റ്. ഇതിൽ 700ഓളം വില്ലേജുകൾ വരുന്നുണ്ട്. ഈ ഘട്ടത്തിലുള്ള വില്ലേജുകളിൽ നമുക്കെന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും ഒക്കെയുള്ള അവസരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഡിജിറ്റൽ സർവേ പൂർണ്ണമായും പൂർത്തീകരിക്കാത്ത ഈ വില്ലേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്കിവിടെ ലഭിക്കും. ഇവിടെ നെക്സ്റ്റ് കൊടുത്തോ, ഇവിടെ നമ്പറിൽ ടച്ച് ചെയ്തോ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ മുകളിൽ സെർച്ച് ബാറിൽ വില്ലേജുകളുടെ പേര് ടൈപ്പ് ചെയ്തും പരിശോധിക്കാവുന്നതാണ്. 9-2 ലിസ്റ്റ് കൂടാതെ ഇവിടെ നമുക്ക് 13 പ്രസിദ്ധീകരിച്ചിട്ടുള്ള വില്ലേജുകളുടെ ലിസ്റ്റ് എന്നൊരു ടാബ് കൂടി കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 13 പ്രസിദ്ധീകരിച്ചിട്ടുള്ള വില്ലേജുകളുടെ ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനലൈസ് ചെയ്ത് പ്രസിദ്ധീകരിച്ച വില്ലേജുകളുടെ ലിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 200ഓളം വില്ലേജുകൾ ഇതിനോടകം ഫൈനലൈസ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 13 ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച ഈ വില്ലേജുകളുടെ ലിസ്റ്റും നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ 9-2 ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ പരാതി സമർപ്പിക്കുക, സർവേ ക്യാമ്പ് ഓഫീസുകൾ തുടങ്ങിയ ടാബുകളൊക്കെ കാണാം. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വേണമെങ്കിൽ. എൻ്റെ ഭൂമി പോർട്ടലിൻ്റെ മുകൾ വശത്തായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സിറ്റിസൺ ലോഗിൻ എന്നവിടെ കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലാംഗ്വേജ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ആ മൊബൈൽ നമ്പർ ലോഗിൻ ID ആയിട്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പറിനും ആധാറിനുമൊക്കെ വളരെ പ്രാധാന്യമാണുള്ളത്. ഇതുവരെയും ഡിജിറ്റൽ സർവേ നടക്കാത്തിടത്ത് അവർ നോട്ടീസ് മുഖാന്തരവും SMS മുഖേനയൊക്കെ അത് അറിയിക്കുകയും അവർ വരുന്ന സമയത്ത് ഭൂ ഉടമയുടെ ആധാർ നമ്പരും ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും നൽകേണ്ടതുണ്ട്. കൂടാതെ ബൗണ്ടറികൾ കാണിച്ചു കൊടുക്കേണ്ടുന്നതുമുണ്ട്. ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടുന്നത്. കൂടാതെ OTP വേരിഫിക്കേഷനും ആ സമയത്തുണ്ടാകും. അതിർത്തി തർക്കമുള്ള ലാൻഡുകൾ മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിനോടകം അതിർത്തി തർക്കമൊക്കെ പരിഹരിച്ചാൽ ഇത് നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിര് മാന്തൽ തുടങ്ങിയ പരിപാടികളൊന്നും പിന്നീട് നടക്കില്ല. ലോങ്ങിറ്റ്യൂഡിൻ്റെയും ലാറ്റിറ്റ്യൂഡിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും അതിർത്തികൾ നിർണ്ണയിക്കപ്പെടുക. ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ലിങ്കുണ്ട്. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഡിജിറ്റൽ സർവേക്ക് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് സ്ഥിരീകരണവുമായി മുന്നോട്ട് പോകുക എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്യുകയാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ നൽകി ലോഗിനിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത പാസ്വേഡാണ് കൊടുക്കേണ്ടുന്നത്. പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ അവിടെ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്.
ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുത്ത് അതിലേക്ക് വരുന്ന താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് അതിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടുന്നത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇംഗ്ലീഷിൽ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. അതിനുശേഷം വീണ്ടും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTPയും കൊടുത്ത് ക്യാപ്ച കോഡും ഒക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റൽ സർവേയുടെ ഡീറ്റെയിൽസ് അറിയുവാനും ലാൻഡ് ടാക്സ് അടയ്ക്കുവാനും അതേപോലെ ലൊക്കേഷൻ സ്കെച്ച് തുടങ്ങിയ ലിങ്കുകളൊക്കെ കാണുവാൻ സാധിക്കും. പക്ഷേ ഇത് 9(2) കാറ്റഗറിയിൽപ്പെട്ട ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കാത്ത അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. എങ്കിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് 13 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പഴയ സർവേ നമ്പർ മാറി പുതിയ സർവേ നമ്പർ വരികയും അതുപോലെ തണ്ടപ്പേർ നമ്പരും പുതിയതാകും. പഴയ തണ്ടപ്പേർ നമ്പർ ആകില്ല പിന്നീട് നമുക്ക് ഉണ്ടാവുക. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ ഭൂമി പോർട്ടലിൽ അതാത് ലാൻഡ് ഓണർക്ക് മാത്രമേ ലോഗിൻ ചെയ്ത് ഇതിൻ്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ലാൻഡ് ടാക്സ് അടയ്ക്കാനായാലും ലൊക്കേഷൻ സ്കെച്ച് എടുക്കാനായാലും ഒക്കെ അതാത് ലാൻഡ് ഓണർക്ക് മാത്രമേ ലോഗിൻ ചെയ്ത് OTP വെരിഫിക്കേഷൻ നടത്തി ലോഗിൻ ചെയ്ത് ഈ സർവീസുകളൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ റിലീസിൻ്റെ അതായത് revenue.kerala.gov.in എന്ന നമ്മളിപ്പോൾ ലാൻഡ് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് വഴി ഒന്നിലധികം ലാൻഡ് ടാക്സുകൾ അടയ്ക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. രജിസ്റ്റർ ചെയ്ത് ലാൻഡ് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഓൺലൈൻ സെൻറ്ററുകളൊക്കെ നടത്തുന്നവർ അങ്ങനെയാണ് ഒന്നിലധികം ലാൻഡ് ടാക്സുകൾ അടയ്ക്കുന്നത്. പക്ഷേ ഇവിടെ ഈ എൻ്റെ ഭൂമി പോർട്ടൽ പ്രാബല്യത്തിൽ വന്നാലും അതേസമയം റിലീസിൻ്റെ revenue.kerala.gov.in എന്ന വെബ്സൈറ്റ് നിലവിലുണ്ടാകും. ഒരേ സമയം നമുക്ക് എൻ്റെ ഭൂമി വഴിയും അതേപോലെ റിലീസ് വഴിയും ലാൻഡ് ടാക്സ് അടയ്ക്കുവാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിലീസിൻ്റെ സേവനം അവസാനിപ്പിക്കുന്നതല്ല, രണ്ടും ഒരേ സമയം തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആനുവൽ ലാൻഡ് ടാക്സ് അടയ്ക്കുമ്പോൾ നമുക്കൊരു സർവേ ചാർജും കൂടി അഡീഷണലായിട്ട് അടയ്ക്കേണ്ടി വരും. ഒരിക്കൽ മാത്രം ഈ സർവേ ചാർജ് അടച്ചാൽ മതിയാകും. 9(2) നോട്ടിഫിക്കേഷനിലാണ് ഈ അക്കൗണ്ട് ഇപ്പോഴുള്ളത്. പിന്നീട് 13 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള ലാൻഡ് ടാക്സ് അടയ്ക്കുന്നതും ലൊക്കേഷൻ സ്കെച്ച് അടക്കമുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.